ഒരു രൂപയുടെ കോയിൻ എടുത്തിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ടോ? ഒന്ന് ഇട്ട് നോക്കൂ കേട്ടോ, അപ്പോൾ അറിയാം നമുക്ക്. ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കണു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ നല്ല ടിപ്സുമായിട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എന്നും ഞാൻ എന്തെങ്കിലും ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യം പറയുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ എന്തെങ്കിലും ഒരു ഫോട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐ ഡി, ഇതിപ്പോൾ പഴയതാണ് കേട്ടോ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് നമുക്ക് ഇങ്ങനെ ലാമിനേറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതേപോലെ നമ്മളൊരു സെല്ലോ ടേപ്പ് എടുക്കുക. അതിനുശേഷം ഇത് വെച്ചിട്ട് ഈ ഒരു സെല്ലോ ടേപ്പ് നമുക്ക് എവിടെ ഒട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ എവിടെയെങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് ആദ്യം വെക്കുക കേട്ടോ. ആദ്യം ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒന്നിങ്ങനെ ഒട്ടിച്ച് വെക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ എടുത്താൽ മതി കേട്ടോ. അതിനുശേഷം പിന്നെ നമ്മളിതിങ്ങനെ വലിച്ചെടുത്താൽ മതി. അപ്പോൾ അതാ നമുക്കിങ്ങനെ കിട്ടും. അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിനകത്ത് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചിട്ട് കാണിക്കാം കേട്ടോ. ഇനി നമുക്ക് ബാക്കി വരുന്ന ഒരു ഭാഗം നമുക്കിതൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, ലാമിനേറ്റ് ചെയ്യാനൊക്കെ പുറത്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ബബിൾസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഫോട്ടോ ആണെങ്കിലോ എന്താണെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. ഒന്ന് പ്രസ് ചെയ്ത് ഇങ്ങനെ കൊടുത്താൽ മതി. ആ ബബിൾസൊക്കെ ഒന്ന് പോയും കൂടി കിട്ടും. അപ്പോൾ നമുക്ക് ലാമിനേറ്റ് ചെയ്യാൻ പുറത്ത് പോകാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത്, ഇതേപോലെ നമ്മളിപ്പോൾ ഇത് പിങ്ക് സോൾട്ട് ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇതൊക്കെ നിറച്ച്, ഇപ്പോൾ സോൾട്ട് ആവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ ഷുഗറൊക്കെ ആവട്ടെ, നമ്മൾ ഇതേപോലെ അടപ്പ് ഇങ്ങനെ അടയാൻ പറ്റില്ല അല്ലേ, ഇതിങ്ങനെ പൊങ്ങി നിൽക്കുമ്പോൾ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഇതിനെ ഒന്ന് എടുത്തിട്ട് നമ്മൾ, ഇതിപ്പോൾ നിറഞ്ഞിരിക്കുകയാണെങ്കിലാണ് അങ്ങനത്തെ ഒരു പ്രശ്നം സാധാരണ വരാറ്. അപ്പോൾ നമ്മളിതാ തിരിച്ച് ഇതേപോലെ ഈ ഒരു സ്പൂണ് വെച്ചിട്ട് നമ്മൾ തിരിച്ച് ഇതേപോലെ ഒന്ന് അങ്ങനെ അടച്ചു നോക്കൂ. ഇനി ഇതാ, ഇപ്പോൾ നമുക്ക് ശരിക്കും അത് അടഞ്ഞു കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. തിരിച്ചൊന്ന് അടച്ചു വെച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് പിങ്ക് സോൾട്ടാണ് ഇതിനകത്ത് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലൊക്കെ വെക്കുമ്പോഴും നമുക്ക് ഈ ഒരു പ്രശ്നം വരാറുണ്ട്, പ്രത്യേകിച്ച് ഷുഗർ അല്ലെങ്കിൽ നമ്മുടെ സോൾട്ടൊക്കെ വെക്കുന്ന സമയത്ത്. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ സോഡാ പൊടിയോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ എന്ത് കാര്യമാണെങ്കിലും നമ്മളിങ്ങനെ ഒരു ഡപ്പയിൽ ഇട്ട് വെച്ചു എന്ന് വിചാരിച്ചോളൂ. അതിനുശേഷം നമുക്ക് അതിൽ സ്പൂണ് കൊള്ളുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുക്കുക. അതിനുശേഷം ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പ് ഇതിനകത്ത് ഒന്ന് ഒട്ടിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ ഡബിൾ സൈഡ് ടേപ്പ് ഒന്ന് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഈ സ്പൂൺ ഇതാ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇതിലിങ്ങനെ ഒട്ടിയിരിക്കും. ഇപ്പോൾ ആ ബേക്കിംഗ് സോഡയോ കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് വെക്കുന്നതിൽ ഇതിലിപ്പോൾ ഈ സ്പൂണ് കൊള്ളുകയൊക്കെ ചെയ്യും. ഞാൻ ജസ്റ്റ് ഈ ഒരു ടിപ്പ് കാണിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ഇതാ വലിയ സ്പൂണാണെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിച്ചിട്ട് കഴിക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവില്ലേ. അപ്പോൾ അങ്ങനെ കേടായിട്ട് പോവാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ കുറച്ച് വെള്ളത്തിൽ അതിൻ്റെ ആ ഒരു താഴെ ഭാഗം മാത്രം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് ആക്കി വെച്ചാൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കേടായിട്ട് അളിഞ്ഞ് വല്ലാതെ പഴുത്തൊന്നും പോവില്ല. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ 2-3 പേരൊക്കെ വീട്ടിലുള്ളൂന്നുണ്ടെങ്കിൽ പഴമൊക്കെ പെട്ടെന്ന് 1 കിലോ ഒക്കെ വാങ്ങിച്ചാൽ കൂടി തീരാൻ പാടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വേറെയും ഞാൻ കുറേ നല്ല ടിപ്സ് പറഞ്ഞിട്ടുണ്ട്. ഇതിലിങ്ങനെ സെല്ലോ ടേപ്പ് അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഒട്ടിച്ച് വെക്കാനൊക്കെ പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്സും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ബോട്ടിൽ നമ്മൾ വെച്ചിട്ട് വെള്ളം പോവാതെ, ഇതിപ്പോൾ ചിലപ്പോൾ വീണു പോയാൽ വെള്ളം പോവില്ല. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ എന്ത് നമ്മൾ ചെയ്താലും വെള്ളം പോകുന്ന ഒരു ബോട്ടിലാണെങ്കിൽ നമുക്ക് ബാഗിൽ വെക്കുകയും വേണം. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ അതുപോലെ ചെറിയൊരു ബാൻഡ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ബാൻഡും എടുത്ത് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇത് എടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഒരു പിന്നും എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം എന്താ നമ്മൾ ഈ പിന്നൊന്ന് ഈ ഒരു സൈഡിൽ ബാഗ് കേടാവാത്ത രീതിയിൽ കുത്തിയാൽ മതി കേട്ടോ. ചെറുതായിട്ടൊന്നിങ്ങനെ കുത്തി വെക്കുകയാണ്. ഇനി നമ്മളിതാ ഈ പിന്നൊന്ന് ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതാ അപ്പോൾ ഈ റബ്ബർ ബാൻഡ്, ഈ ഒരു ബാൻഡ് കണ്ടോ ഇങ്ങനെ ഇരിക്കുമല്ലേ, നമ്മളിതാ ഇതിലോട്ടൊന്ന് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. ഇനി കണ്ടോ, ഇനി ഈ ബാഗ് ഇപ്പം എങ്ങനെയൊക്കെ വീണാലും അനങ്ങിയാലും ഒന്നും ഈ ഒരു ബോട്ടിൽ വീണു പോവില്ല. ബോട്ടിൽ അതേപോലെ തന്നെ ഇരിക്കും. ഇനി നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ബാൻഡ് ഇല്ലെങ്കിൽ റബ്ബർ ബാൻഡ് എടുത്താലും മതി കേട്ടോ.
തെരുവ് നായയുടെ ഒന്നും ശല്യം നമ്മുടെ വീട്ടിൽ വരാതിരിക്കാനായിട്ട് ആദ്യം തന്നെ ഈർക്കിലി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഈർക്കിലിയുടെ കൂടെ ഫോയിൽ പേപ്പർ ഒന്ന് എടുത്തിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്നിങ്ങനെ നിറയെ 2 മടക്കാക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിറയെ കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതിനുശേഷം അത് ഈർക്കിലിയിൽ ചുറ്റിയതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യം, അതായത് നല്ല രീതിയിൽ തന്നെ ആ ഒരു ഈർക്കിലി കവർ ചെയ്യുന്ന രീതിയിൽ ചുറ്റിയെടുക്കണം കേട്ടോ. ഈർക്കിലി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ്ക്രീം സ്റ്റിക്ക് എടുക്കാം, സെല്ലോ ടേപ്പ് വെച്ചിട്ടും ഒട്ടിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതൊരു ബോട്ടിൽ വെള്ളം നിറച്ചിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടേക്കാണ് നമ്മുടെ സിറ്റ് ഔട്ടിലോ കോമ്പൗണ്ട് വാളിലോ എവിടേക്കാണ് നമുക്ക് ഈ എന്താ പറയുക തെരുവ് നായ കയറി വരുന്ന ആ ഒരു ശല്യം ഒഴിവാവാനായിട്ട് അവിടെ വെച്ച് കൊടുത്താൽ മതി. ഒരു ബുദ്ധിമുട്ടും പിന്നെ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. എന്ന് പറയുന്നത് നമ്മൾ ഇതേപോലെ നല്ല കട്ടിയുള്ള നമ്മുടെ ടവലൊക്കെ നമ്മളിങ്ങനെ ഹാങ് ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് പിടിച്ച് ഇത് ഉണങ്ങില്ല അല്ലേ. ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് ഉണങ്ങാനായിട്ട് ഒത്തിരി പാടല്ലേ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മൾ ഇതേപോലെ നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങോട്ടും കൂടി ഒന്നിങ്ങനെ കവർ ചെയ്ത് വെക്കാം. അതേപോലെ 2 സൈഡും ഇതേപോലെ ഇടണം കേട്ടോ. അപ്പൊ 2 സൈഡും നമ്മൾ ഇതേപോലെ 2 സൈഡിലോട്ടും ഹാങ്ങറിലോട്ടും ഇങ്ങനെ കയറ്റിയിട്ട് നമ്മൾ ഹാങ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. അതേപോലെ നല്ല കറക്റ്റ് ആയിട്ട് അതിലേക്ക് ഇങ്ങനെ ആ ഒരു എയർ നല്ലോണം പോവുകയും അങ്ങനെ നല്ല രീതിയിൽ അത് പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് ഈ പേസ്റ്റിന്റെ കവർ ഇല്ലേ, ഇത് നമ്മൾ വാഷ് ചെയ്തെടുത്തല്ലോ, ഈ ഒരു കവർ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഇതേപോലെ കത്തിയൊക്കെ നമ്മളിപ്പോ എവിടെയെങ്കിലും നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ദിവസമൊക്കെ നിൽക്കുന്ന സമയത്ത് നമുക്കിപ്പോ ഒരു നേരത്തെ ഭക്ഷണം നമുക്കൊരു ഫ്രൂട്ട്സ് കഴിച്ചാൽ മതിയല്ലോ. അപ്പൊ അത് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കത്തിയൊക്കെ എന്തെങ്കിലും വെച്ച് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാഗ് ഒന്നും മുറിയാതിരിക്കാനായിട്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്തിട്ട് ഒന്നിങ്ങനെ മടക്കിയിട്ട് ഒരു ഒന്നുമില്ലെങ്കിൽ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ട് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ബാഗും മുറിയില്ല, അതേപോലെ ആരുടെയും കയ്യിലൊന്നും തട്ടി മുറിയില്ല. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിലോ അതല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഇങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഈ ഒരു ഇത് ഭയങ്കര കട്ടിയായതുകൊണ്ട് തന്നെ ഇതൊട്ടും മുറിയില്ല, അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു ഗുണം. അപ്പൊ അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, ഞാൻ ചെറിയൊരു പിന്ന് എടുത്തിട്ടുണ്ട്. ആ ഒരു പിന്നിൽ നമ്മൾ ഇതേപോലെ ഉള്ളി ഒന്നിങ്ങനെ ഒന്നിങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിതാ ഒന്നിങ്ങനെ പിൻ ചെയ്തിട്ട് പിന്നെ നമ്മളിത് എവിടെ വേണേലും നമുക്ക് തൂക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വലിയ പിന്നെടുത്താൽ ഏറ്റവും നല്ലതാണ്. ഞാനിപ്പോൾ കിട്ടിയ പിന്നെടുത്തതാണ്. അപ്പോൾ ഇത് നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കിച്ചണിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് തൂക്കി ഇങ്ങനെ ഇത് ഈ പിന്നിലായതുകൊണ്ട് തന്നെ ഇത് എവിടെ വേണേലും തൂക്കി വെക്കാമല്ലോ. അങ്ങനെ തൂക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല്ലിയുടെ ഒന്നും ശല്യം ഒട്ടും വീട്ടിലില്ലാതിരിക്കാനായിട്ട്, കിച്ചണിലൊന്നും പല്ലിയൊന്നും വരാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്. ഇതേപോലെ ഒന്ന് തൂക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത്, ഞാൻ 1 രൂപയുടെ ഒരു കോയിൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ പുട്ട് വെക്കുന്ന ഈ ഒരു പുട്ടിൻ്റെ പാത്രം ഉണ്ടാവില്ലേ, ആ ഒരു പാത്രത്തിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാ ഇടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു വെള്ളം ഇങ്ങനെ വറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ചില സമയത്ത് അറിയാൻ പറ്റില്ല അല്ലേ, വെള്ളം തീർന്നു പോയോ എന്നുള്ളത്. അപ്പോൾ അത് അറിയാൻ വേണ്ടിയിട്ട് ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ എപ്പോഴും എന്താണ്ടോ ഇങ്ങനെ സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു സൗണ്ട് കമ്മിയാവുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം അത് കുറവായിട്ടുണ്ട് വെള്ളം എന്നുള്ളത്. അതേപോലെ സൗണ്ട് ഒട്ടും ഇല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വെള്ളം മുഴുവനായിട്ട് വറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് വെള്ളം വറ്റിപ്പോയിട്ട് ഇത് പാത്രം ഒന്നും കരിഞ്ഞു പോവില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറക്കില്ല വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.